വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ഡീൻ കുര്യാക്കോസ്, ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് തെളിവില്ല എന്നതാണ് കോടതി കണ്ടെത്തുന്നത്. ഈ ഒരു ഘട്ടത്തിലാണെങ്കിൽ കൂടി ആ നിലയ്ക്ക് കേസ് ഡയറി പരിശോധിച്ച് കണ്ടെത്തുന്നതിലൂടെയാണ് കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം ലഭിക്കുന്നത്. അത് ആത്യന്തികമായി കൃഷ്ണദാസിനുള്ള ക്ലീൻ ചിറ്റ് ആകുമോ? ഈ ഒരൊറ്റ കാരണം കൊണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ചുമത്തിയിരിക്കുന്ന വകുപ്പിന് അപ്പുറത്ത് നിൽക്കുന്ന ബാക്കി എല്ലാ വകുപ്പുകളും ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും? ഇല്ല, ഇതിനകത്ത് ഞാനൊരു കാര്യം പറയാം. ഈ കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയത് അവസാനം 38ാമത്തെ ദിവസമാണല്ലോ. യഥാർത്ഥത്തിൽ കോപ്പി അടിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞ സർവകലാശാലയുടെ അന്വേഷണവും പോലീസ് സംഘത്തിൻ്റെ കിരൺ നാരായണൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും അവിടെ എന്താ പറയുക മോക്ക് എക്സാമിനേഷൻ നടത്തിയതുപോലെ അതിനുശേഷം അവർ തന്നെ പോലീസ് സംഘം തന്നെ കണ്ടെത്തി കോപ്പിയടി നടന്നിട്ടില്ല. അപ്പോൾ കോപ്പിയടി നടന്നിട്ടില്ല എന്നത് വസ്തുനിഷ്ഠമായി തെളിഞ്ഞ ഘട്ടത്തിൽ തന്നെ വേണമെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താമായിരുന്നു. ഇടക്കാല ജാമ്യം കൃഷ്ണദാസ് ഹൈക്കോടതിയിൽ നിന്ന് നേടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദഗതി എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ ഈ കുറ്റം ചുമത്തിയിട്ടുള്ളത് ഉയർന്നു വന്ന സമരങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. എന്നെ പ്രതി ചേർത്തത് പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ നിന്നും സർക്കാരിനെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് എന്ന നിലയിലാണ് അദ്ദേഹം വാദിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ആ വാദത്തിന് സാധൂകരണം നൽകുന്ന വിധത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം വളരെ വൈകിയാണ് ചുമത്തിയിട്ടുള്ളത്. പിന്നെ മഞ്ചേരി ശ്രീധരൻ നായരുടെ ഒത്തുകളിയും കൂടി ആയി കഴിഞ്ഞപ്പോൾ എല്ലാം പൂർത്തിയായി അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യവും ലഭിച്ചു. ഞാനൊരു കാര്യം പറയാം, ഇവിടെ എല്ലാ അർത്ഥത്തിലും കൃഷ്ണദാസിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റം തെളിയിക്കപ്പെടാൻ ഇനി സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ഘട്ടത്തിലും ഒത്തുകളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പോലീസിന്റെ ഇതൊരു കൊലപാതകത്തിലേക്ക് തന്നെ ആ നിലയ്ക്ക് തന്നെ അവസാനം എത്തിപ്പെടും എന്ന ഒരു വിശ്വാസം കുടുംബത്തിനുണ്ട്. അന്വേഷണം ആ നിലയ്ക്ക് പുരോഗമിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അവർ തന്നെ സംശയിക്കുന്ന ചില കാര്യങ്ങൾ ഈ അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് തന്നെ കണ്ടെത്താനും കഴിയുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന സാഹചര്യം മാറില്ലേ? അല്ല, ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല ഹർഷൻ. കാരണം 100% ഈ കേസിന് പിന്നാലെ കൃഷ്ണദാസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭം തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താ പറയുക, ശ്രീജിത്ത് തന്നെ ഇവിടെ പറഞ്ഞല്ലോ, ഈ എന്താ പറയുക റേഞ്ച് IG പറഞ്ഞിട്ടൊന്നും അവിടെ അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ പോലും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹം ഇപ്പോൾ AK ബാലനിൽ വിശ്വസിക്കുന്നു, മുഖ്യമന്ത്രി വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്നത് അദ്ദേഹം എങ്ങനെയെങ്കിലും ഈ കേസൊന്ന് രക്ഷപ്പെടട്ടെ അല്ലെങ്കിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൽ നിന്നുമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബ പാരമ്പര്യമൊക്കെയാണ്. ഞാൻ അതിലേക്ക് സഞ്ജിത് വിശ്വനാഥൻ KP വിശ്വനാഥന്റെ മകനാണ്. അദ്ദേഹത്തെ പിടിക്കാൻ ശ്രമിക്കാനും ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ് ഒരു പ്രശ്നം. ഒരൊറ്റ തവണയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയിരിക്കുന്നത് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ആരോപണം. അതെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ കേരള പോലീസിൻ്റെ മഹാത്മ്യം എന്ന് പറയുന്നത് അത് അത്ര വലിയ സംഭവമൊന്നുമല്ല. ഇവിടെ മുടക്കോഴി മലയിൽ പോയി കൊടി സുനിയെ പിടിച്ച പോലീസാണ്. രജീഷിനെ ബോംബെയിൽ പോയി അധോലോകത്തിൻ്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞ രജീഷിനെ ബോംബെയിൽ പോയി അറസ്റ്റ് ചെയ്ത പോലീസാണ്. എന്നിട്ടിപ്പോൾ പൾസർ സുനിയുടെ മുമ്പിൽ കീഴടങ്ങിയ പോലീസാണ് അത്. അപ്പോൾ ഓരോ കേസിനും പോലീസ് എടുക്കുന്ന സമീപനം വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ കൊട്ടിയൂരിൽ പ്രതിയെ പിടിച്ചു എന്ന് പറഞ്ഞ് വീമ്പ് പറയുന്ന റഹീം ഈ കാര്യത്തിൽ കൃഷ്ണദാസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെ ഒരു വലിയ സംവിധാനം ഇവിടെ നിലനിൽക്കുകയാണ്. അത് വിസ്മരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനാവില്ല. ഇവിടെ സഞ്ജിത്ത് വിശ്വനാഥൻ ആയിക്കൊള്ളട്ടെ, കൃഷ്ണദാസ് ആയിക്കൊള്ളട്ടെ, മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടണമെങ്കിൽ ഈ കേരള പോലീസിന്റെ അന്വേഷണത്തിൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. അതുകൊണ്ട് CBI അന്വേഷണം വേണം. ആ കുടുംബത്തിന് വ്യക്തമായ സംശയമുണ്ട്. അവർക്ക് പറയാനുള്ള നിവൃത്തികേട് കൊണ്ടാണ് ഇവരിത് പുറത്തു പറയാത്തത്. കാരണം മഹിജ എന്ന് പറയുന്ന റഹീം പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. മഹിജ എന്ന് പറയുന്ന ആ പാവപ്പെട്ട സ്ത്രീ പിണറായി വിജയൻ എഴുതിയ കത്തുണ്ട്. അങ്ങനെ പറഞ്ഞ കണ്ണീരിൽ കുതിർന്ന കത്തെഴുതിയ മഹിജ തന്നെ പിന്നീട് അവരുടെ എന്താ പറയുക പൊതുവേദിയിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പത്രസമ്മേളനത്തിൽ വേറൊരു രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് മേലും സമ്മർദ്ദമുണ്ട്. ആ കുടുംബത്തിന് മേൽ പ്രാദേശികമായ ഉൾപ്പെടെ ചെലുത്തുന്ന സമ്മർദ്ദം എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ശ്രീ സിയാർ നീലകണ്ഠനിലേക്ക് പോയതിനു ശേഷം ഞാൻ റഹീമിലേക്ക് വരാം. പിണറായി വിജയന്റെ കേരള പോലീസിനേക്കാൾ നരേന്ദ്രമോദിയുടെ CBI-ലാണ് വിശ്വാസം എന്നത് ഞാൻ ശ്രീ സിയാർ നീലകണ്ഠൻ ഇപ്പോൾ
കുടുംബം ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നീതിക്ക് വേണ്ടി സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോകണം എന്നതാണ്. ആ നിലയ്ക്കൊരു സാധ്യത ഇപ്പോഴുണ്ടോ? എനിക്കിപ്പോൾ ഈ കേസുമായി ഇങ്ങനെ സർക്കാർ മുമ്പോട്ട് പോയാൽ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷ എനിക്കില്ല. കാരണം ഇപ്പോഴുള്ള കുറ്റപത്രവും ഇപ്പോഴുള്ള തെളിവുകളും വെച്ച് ഒരുപക്ഷെ മറ്റേ SP അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള തെളിവും ഇപ്പോഴുള്ള കുറ്റപത്രവും വെച്ച് സുപ്രീം കോടതി പോയാലൊന്നും ഇത് രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷ എനിക്കില്ല. അതിന് കാരണം ഇത് പഴുതടച്ച കുറ്റപത്രമല്ല ഹർഷൻ, ഒരു സംശയവും വേണ്ട. ഇത് ഇനി എന്തൊക്കെ റഹീം പറഞ്ഞാലും കൃഷ്ണദാസിനെ രക്ഷിക്കാനുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെതിരെ ഏത് വകുപ്പ് വേണി എടുക്കാം. പക്ഷെ സംശയം ഞാനൊന്ന് ചോദിച്ചോട്ടെ, അങ്ങ് ഒന്ന് വഴങ്ങി തരാമോ? അങ്ങനെ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താനാണ് എങ്കിൽ എന്തിനായിരുന്നു ഈ മാരകമായ വകുപ്പുകൾ ഞങ്ങൾ ഇട്ടത്? കേരളത്തിന്റെ ചരിത്രത്തിൽ എത്രയോ കുട്ടികൾ ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയട്ടെ സാർ, ഒന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു ഒറ്റ കാര്യം കൂടെ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഏതെങ്കിലും ഒരു മാനേജരെ പ്രതി ചേർത്ത ചരിത്രം കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യം പറഞ്ഞ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇയാൾക്കെതിരെ പഴിചാരാതിരിക്കാമായിരുന്നല്ലോ. അല്ല, ഇതുപോലെ ജനങ്ങളുടെ പ്രതിഷേധം ഉയർന്നു വന്ന മറ്റൊരു പ്രശ്നം അടുത്ത കാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. മറന്നുപോയതാണ്. ഞാൻ പറഞ്ഞുതരാം. അന്ന് കേരളം ഭരിച്ചിരുന്ന മന്ത്രി, പട്ടികജാതി പട്ടിക വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി ഉൾപ്പെടെ അന്ന് പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെട്ടു. ആ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോയാണ് രജനീ അന്ന് പട്ടികജാതി പട്ടിക റഹീമെ, ഞാനൊന്ന് അവസാനിപ്പിച്ചോട്ടെ. ഇതില് ആരേത് വകുപ്പിട്ടു എന്നുള്ളത് പ്രശ്നമേ അല്ല. നിങ്ങൾക്ക് 302 ഇടാം, നിങ്ങൾക്ക് വേറെ ഏത് വകുപ്പ് വേണ്ടിയിടാം, അതിനൊരു പ്രശ്നമില്ല. ആ വകുപ്പ് കോടതിയിൽ നിൽക്കുമോ എന്നതാണ് ചോദ്യം. അതിലാണ് പോലീസിന്റെ കഴിവ്. അല്ലാതെ വകുപ്പ് പേരിട്ട് ചാർജ് ചെയ്യാം. 120 ഇട്ടു, 120 ഇട്ടാൽ ഇത് നിലനിന്നില്ലെങ്കിൽ ആർക്കെതിരെ 120 ഇട്ടൂടെ? ഇടുന്നു എന്നല്ല, തെളിയിക്കണം. തീർച്ചയായും സുപ്രീം കോടതിയിലേക്ക് പോവുക എന്ന ആവശ്യം, ആ ആവശ്യവുമായി മുന്നോട്ട് പോയാൽ നിലവിലെ അവസ്ഥയിൽ ഈ പറഞ്ഞതുപോലെ നിലനിൽക്കാനാവുമോ, പിടിച്ചു നിൽക്കാനാവുമോ? പറ്റില്ല. അത് സുപ്രീം കോടതി പോയാലും ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടും. കാരണം ഇപ്പോഴത്തെ കേസ് ഡയറിയിലുള്ള എവിഡൻസേ കോടതി നോക്കുകയുള്ളൂ. സുപ്രീം കോടതി പോയാലും അത് തന്നെ നോക്കും. ഹൈക്കോടതി ഇവിടെ നോക്കിയിരിക്കുന്ന ആ കേസ് ഡയറി. പക്ഷേ ഇനി കേസ് കുറച്ചുകൂടെ പ്രോഗ്രസ് ചെയ്യാനുണ്ട്. റഹീം പറഞ്ഞ പോലെ അത് തീർച്ചയായിട്ടും അങ്ങോട്ട് മുന്നോട്ട് പോകണം. കാരണം ഇതിനകത്ത് എൻ്റെ അനുഭവത്തിലാണെങ്കിൽ, ഞാനാണെങ്കിൽ ഈ സ്ഥലത്താണെങ്കിൽ ആ കുട്ടിയുടെ മരിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പുള്ള ഓരോ മൂവ്മെൻറ്റുകളും എങ്കിലാണ് ആ കുട്ടിക്ക് സൂയിസൈഡ് ചെയ്യാനാണോ, ആ കുട്ടിയെ ഇവർ കൊലപ്പെടുത്താനുള്ള അറ്റംപ്റ്റ് ആയിരുന്നോ, ഈ കഴുത്തിന് പിടിച്ച് ഈ കഴുത്തിന് ഈ വന്ന ഈ ലിഗേച്ചർ മാർക്കെന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടിരിക്കും. 48 hours. പക്ഷേ കൂടുതലും ഈ 306 ഞാൻ നിൽക്കുന്നത്. 306 അറ്റംപ്റ്റ് മർഡർ കൂടെ ഉണ്ടെന്ന് ഞാൻ പറയും. 307 നിൽക്കും, മറ്റു വകുപ്പ് നിൽക്കുമെന്നിരിക്കും. 306 തന്നെ നിൽക്കും. കാരണം അതിന് നടപടി വേണ്ട, ഈ ചാകട പിടിക്കണമെന്നൊരു വാക്കൊന്നും വേണ്ട. നമുക്ക് എവിഡൻസ് കൊടുത്താൽ മതി, സാക്ഷികളും വേണ്ട ഇതിനകത്ത്. കാരണം തോർത്ത് കണ്ടെടുക്കണം പോലീസ്. അത് കൃത്യമായിട്ട് കണ്ടെടുക്കണം. കാരണം തോർത്ത് കണ്ടെടുത്താലേ ഉള്ളൂ. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ പോലെ, ഞാൻ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടിട്ടില്ല. ആ പോസ്റ്റ്മോർട്ടത്തിനുള്ള ലിഗേച്ചർ മാർക്ക് ഏത് വിധത്തിലാണ് അത് പരിശോധിക്കണം. പിന്നെ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നോക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞോളൂ ശ്രീ ഡീൻ. അതായത് ഈ മരണം നടന്ന ആ മുറി കുളിമുറിയാണെന്ന് പറയുന്നു. അത് സീല് ചെയ്തിട്ട് പോലുമില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ എവിഡൻസ് പരിശോധിക്കുമ്പോഴും പിന്നീട് ഈ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണുന്ന ഈ കൃത്യം നടന്നിട്ടുള്ള ആ മുറി ഇപ്പോഴും സീൽ ചെയ്ത് സൂക്ഷിക്കപ്പെട്ടിട്ടില്ല. അത് മാനേജ്മെൻറ്റ് തന്നെയാണ് താഴിട്ട് പൂട്ടിയിട്ടുള്ളത്. ശ്രീ ഡീൻ കുര്യാക്കോസ് ഇതുപോലെ പലതും പറയാം, രാഷ്ട്രീയമായിട്ട് പറയുന്നതാണ് എന്ന് മാത്രമേ അതിനെ കാണാനാകൂ. കേരള പോലീസിന് ഇതുപോലൊരു കാര്യത്തിൽ ശ്രീജിത്തിലേക്ക് ഒരിക്കൽ കൂടി പോകണം. ശ്രീജിത്ത്, ഇത് ഒരു കൊലപാതകമാണ് എന്ന് തെളിയിക്കണമെങ്കിൽ ഒരു റീപോസ്റ്റ്മോർട്ടം ആവശ്യമാണ്. ആ നിലയ്ക്ക് ഒരു മാനസികമായ തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഞങ്ങളുടെ കുട്ടി മരിച്ച് 4-5 ദിവസം കഴിയുന്ന ഘട്ടത്തിൽ ഞങ്ങൾ മാധ്യമങ്ങളിലൂടെ തന്നെ പറഞ്ഞതാണ്, തെളിവിൻ്റെ ആവശ്യമാണെങ്കിൽ റീപോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ തയ്യാറാണെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. ഇപ്പോൾ 50 ദിവസത്തോളം കഴിഞ്ഞാൽ എന്തായിട്ടുണ്ടാവും നിങ്ങൾക്കറിയാമല്ലോ. അതിൽ ഈ ശരീരത്തിലെ മാർക്കുകളോ
കഴുത്തിലെ മാർക്കുകളോ ഒന്നും ലഭിക്കില്ല എന്നാണ് ഞങ്ങൾ തന്നെ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പലരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ കൊലപാതകമാണ് എന്ന് തെളിയിക്കപ്പെടുന്ന ഘട്ടത്തിന് അത് സഹായകമാണെങ്കിൽ അതിന് പോലും ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ വേണ്ടത് ഞങ്ങൾക്ക് ഈ കൃഷ്ണദാസ് ജയിലിലേക്ക് പോയിരുന്നെങ്കിൽ കൊലപാതകത്തിന് ഉതകുന്ന നിരവധി മൊഴികളും തെളിവുകളും കിട്ടുമായിരുന്നു. കൃഷ്ണദാസ് നാളെ പുറത്തിറങ്ങുമ്പോൾ ആര് തെളിവ് പറയും? ആര് കണ്ട കാര്യം സത്യം പറയും? കോളേജിലേക്ക് കൃഷ്ണദാസ് എത്തുന്നില്ലെങ്കിൽ കൂടി കോളേജിനെ എല്ലാ തരത്തിലും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൃഷ്ണദാസിന് ഉണ്ട് എന്നതാണ് പ്രശ്നം. അപ്പോൾ പിന്നെ കോടതിയുടെ ആ ഒരു വിലക്ക് കൊണ്ട് എന്ത് കാര്യമുണ്ട് എന്നത് പ്രശ്നമാണ്. എല്ലാ തരത്തിലും ഇത് വിലക്കെടുക്കാവുന്ന ഒരു സാഹചര്യം കൃഷ്ണദാസിന് വീണ്ടും ലഭ്യമായിരിക്കുന്നു എന്ന പ്രശ്നം കൂടിയുണ്ട്. റഹീം, അത് നിസ്സാരമായി കണ്ടുകൂടാ. ഏറ്റവും പെട്ടെന്ന് ആക്ട് ചെയ്യുക എന്നതാണ്. എന്തുകൊണ്ട് ഈ പ്രതികൾ ഇപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെടാതെ പുറത്തു നിൽക്കുന്നു എന്നതാണ്. കൃഷ്ണദാസിനെ മാറ്റി നിർത്താം, സഞ്ജിത്ത് അടക്കമുള്ള ബാക്കിയുള്ളവരുണ്ടല്ലോ, അവരെ എന്തുകൊണ്ടാണ് പിടികൂടാൻ കഴിയാത്തത്? ബോധപൂർവ്വം പിടികൂടാതിരിക്കുന്ന ഒരു അവസ്ഥയില്ല. പോലീസ് അതിൻ്റെ പിറകെ തന്നെയുണ്ട്. പ്രതികളെ ഉടൻ തന്നെ പിടികൂടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം. പിന്നെ നേരത്തെ ശ്രീയുത്ത് സൂചിപ്പിച്ചില്ലേ, താങ്കളും സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ശ്രീയുത്ത് പറഞ്ഞതുപോലെ അങ്ങനെ എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ തുറന്ന മനസ്സോട് കൂടി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഒറ്റ കാര്യം കൂടി. ശ്രീ ഡീൻ കുര്യാക്കോസ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ AK ബാലൻ്റെ പേര് പറഞ്ഞു. താങ്കൾ അതിനുശേഷം ശ്രീയുത്തിനോട് ചോദിച്ചപ്പോൾ ശ്രീയുത്ത് വളരെ കൃത്യമായി അതിനെ സംബന്ധിച്ച് മറുപടി പറഞ്ഞു. ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു കുടുംബത്തിൻ്റെ കണ്ണുനീർ കണ്ടാൽ ആ കണ്ണുനീരിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഏതൊരാളെ കുറിച്ചും എന്ത് വിവരക്കേടും വിളിച്ചു പറയാൻ ഡീനിനെ കൊണ്ടും ഡീനിന്റെ മറുപടി പറഞ്ഞല്ലോ. ശ്രീജിത്ത് പറഞ്ഞതോടുകൂടി പിൻവലിക്കാൻ തെറ്റാണെന്ന് ശ്രീജിത്ത് പേരെടുത്ത് പറഞ്ഞല്ലോ. അനാവശ്യമായി CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ട് 100% തെളിവുകൾ തേച്ചു മാച്ച് കളഞ്ഞ് എന്താ പറയാ, ഈ കൃഷ്ണദാസും ഈ ഗവൺമെന്റും തമ്മിലുള്ള ബന്ധം നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീജിത്ത്, റഹീം, ഡീൻ കുര്യാക്കോസ്, ശ്രീ CR നീലകണ്ഠൻ, ശ്രീ ജോർജ് ജോസഫ്. ഇടവേളയ്ക്ക് ശേഷം വക്രദൃഷ്ടി.